പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് നാം നോക്കുമ്പോൾ ലോകത്തിൽ സമാധാനമില്ലാതെ അനേകർ ഭാരപ്പെടുകയാണ്, അനേകർ നിരാശപ്പെടുകയാണ്. പലതും മനുഷ്യനുണ്ട് എങ്കിലും വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, അധികാരമുണ്ട്, പവറുണ്ട്, പലരുമായിട്ടുള്ള ഉന്നത ബന്ധങ്ങളുണ്ട് എങ്കിലും മനുഷ്യന് സമാധാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ഈ കാലത്തിൽ യേശു കർത്താവ് അവരോടായി പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതെ, യേശു ക്രിസ്തുവിൻ്റെ സമാധാനം മനുഷ്യന് കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. ആർക്കാണ് സമാധാനം കിട്ടുന്നത്? വിശുദ്ധ ബൈബിൾ അതിന് എന്തു പറയുന്നു? നമ്മൾ വായിച്ചു. ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ് യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതാരോടാണ് പറഞ്ഞത്? തൻ്റെ ശിഷ്യന്മാരോട്, താൻ തിരഞ്ഞെടുത്ത തൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാരോട് പറയുകയാണ്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതെ, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ശിക്ഷപ്പെടുവാൻ മനസ്സുള്ളവന് സമാധാനമുണ്ട്. അതെ, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാൻ മനസ്സുണ്ടെങ്കിൽ സമാധാനം ലഭിക്കും. 119-ാം സങ്കീർത്തനം 165-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം. ദൈവത്തിൻ്റെ വചനമാകുന്ന ന്യായപ്രമാണത്തോട്, ദൈവവചനത്തോട് ആര് പ്രിയം കാണിക്കുമോ, ആര് സ്നേഹം കാണിക്കുമോ അവർക്ക് മഹാസമാധാനം ലഭിക്കും. ദൈവവചനത്തെ ആര് സ്നേഹിക്കുമോ അവർക്ക് സമാധാനം ലഭിക്കും. ദൈവവചനം കർത്താവ് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ ആര് സ്നേഹിക്കുമോ അവർക്ക് സമാധാനം ലഭിക്കും. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. അതെ, ദൈവത്തിൻ്റെ പ്രസാദമുള്ളവർക്ക് സമാധാനം. ആരിലാണ് ദൈവം പ്രസാദിക്കുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനിൽ ദൈവം പ്രസാദിക്കും. യേശുവിനെ കൈക്കൊള്ളുന്നവരിൽ ദൈവം പ്രസാദിക്കും. 122-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, യെരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ. അതെ, പ്രാർത്ഥിക്കുന്നവന് സമാധാനം ലഭിക്കും. ഒന്ന്, യേശുവിൻ്റെ ശിഷ്യനാകുന്നവന്, ശിഷ്യത്വം സ്വീകരിപ്പാൻ തയ്യാറുള്ളവന് സമാധാനം ലഭിക്കും. ദൈവത്തിൻ്റെ വചനത്തോട് പ്രിയമുള്ളവർക്ക്, അഥവാ യേശുവിനോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം ലഭിക്കും. ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുന്നവർക്ക്, അഥവാ യേശുവിനെ കൈക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുന്നവർക്ക് മഹാസമാധാനം ലഭിക്കും. അടുത്തത്, പ്രാർത്ഥിക്കുന്നവന് സമാധാനം ലഭിക്കും. സമാധാനമില്ലാതെ ഉറങ്ങാൻ കഴിയാതെ നിരാശപ്പെട്ട് ഇരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സമാധാനം തരുവാൻ യേശു മതിയായ ദൈവമാണ്. യേശുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുവാൻ ദൈവം ശക്തനാണ്. അതാർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത സമാധാനം, ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം, നിലനിൽക്കുന്ന ഒരു സമാധാനം തരുവാൻ യേശുവിന് കഴിയും. ആകയാൽ യേശുവിൻ്റെ ശിഷ്യനാകുക, യേശുവിനെ സ്നേഹിക്കുക, യേശുവിനെ കൈക്കൊള്ളുക, ദൈവത്തോട് നാം പ്രാർത്ഥിക്കുക. എങ്കിൽ നിശ്ചയമായും സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാകും. ഈ വചനങ്ങൾ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.